Hi all, this is Meera. Welcome back to our channel. ഇന്നത്തെ ഈ വീഡിയോ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് 8ാം ക്ലാസ്സിന്റെ എക്സസൈസ് 9.4 ക്വസ്റ്റ്യൻ നമ്പർ 1. ക്വസ്റ്റ്യൻ ഇതാണ്, മൾട്ടിപ്ലൈ ദ ബൈനോമിയൽസ്. അപ്പോൾ ഇതിന് മുമ്പുള്ള എക്സസൈസ് വരെ നമ്മൾ മോണോമിയൽസ് ടു ബൈനോമിയൽ അല്ലെങ്കിൽ മോണോമിയൽ ടു മോണോമിയൽ ആയിരുന്നു മൾട്ടിപ്ലൈ ചെയ്ത് പ്രൊഡക്റ്റ് കണ്ടെത്തിയിരുന്നത്. അപ്പോൾ ഈ കേസിൽ ഇനി തന്നിരിക്കുന്നത് ബൈനോമിയൽസ് ആണ്, ഇവ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാനാണ് പറയുക. അപ്പോൾ ഇതിന്റെ പല പാർട്ടുകളുണ്ട്. ഫസ്റ്റ് പാർട്ട് നമുക്ക് നോക്കാം. 2x plus 5 4x minus 3. അപ്പോൾ ഇവ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് ഞാനിവിടെ എഴുതുന്നത് 2x plus 5 into 4x minus 3. ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് എന്താണ് ചെയ്യേണ്ടത്? ഈ 2x കൊണ്ട് ഈ രണ്ട് ടേമിനെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ അതാണ് ഇവിടെ എഴുതുന്നത് 2x into. അപ്പോൾ ഇവിടെ രണ്ട് ടേംസ് ഉള്ളതുകൊണ്ട് തന്നെ ഞാനതിനെ ബ്രാക്കറ്റിൽ ഇട്ടു, -3 കൊടുത്തു. ഇനി എന്താണുള്ളത്? ഈ 5 കൊണ്ട് ഈ രണ്ട് ടേമിനെയും മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഞാനിവിടെ +5 ആണ്, +5 കൊടുത്തു, ബ്രാക്കറ്റിൽ 4x minus 3. അപ്പോൾ ഇങ്ങനെ സ്റ്റെപ്പ് എഴുതി തന്നെ ചെയ്യുന്നതാണ് കറക്റ്റായിട്ട് നമുക്ക് ലാസ്റ്റ് കറക്റ്റ് ആൻസർ കിട്ടാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുക. ഓക്കെ, നമുക്ക് നോക്കാം സെക്കൻഡ്. ഇനി എന്താണ് ചെയ്യേണ്ടത്? ഇപ്പോൾ ഇവിടെ ഒരു മോണോമിയൽ ടു ബൈനോമിയൽ ആയില്ലേ? നമ്മൾ നേരത്തെ ചെയ്ത അതേ രീതി തന്നെ ആയി. അപ്പോൾ ഇനി ഇവിടെ എന്ത് ചെയ്യണം? 2xനെ ഈ 4xയിലേക്കും ഈ 3യിലേക്കും മൾട്ടിപ്ലൈ ചെയ്യണം. ഇവിടെ വരിക 2x into 4x വന്നു, അത് ബ്രാക്കറ്റിൽ വെക്കുക, മൈനസ് കൊടുത്തു. ഇനി എന്ത് വരും? 2x into 3 വന്നു. ഇതുപോലെ തന്നെ ഇനി ഇവിടെ എന്ത് ചെയ്യണം? ഈ 5നെ 4xയിലേക്കും -3യിലേക്കും മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇവിടെ വരിക, പ്ലസ് ഇട്ട് കൊടുത്തു, 5 into 4x വന്നു, അത് ഞാൻ ബ്രാക്കറ്റിൽ കൊടുത്തു. ഇനി ഇവിടെ ഈ മൈനസ് കൊടുത്തു, 5 into 3 വന്നു. അപ്പോൾ ഈ ബ്രാക്കറ്റ് ഇടുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ ലാസ്റ്റ് കൺഫ്യൂഷൻ ആയിപ്പോകും. അപ്പോൾ ഈക്വൽ കൊടുത്തു. ഇനി നമ്മൾ ഇവിടുത്തെ നമ്പർ പാർട്ട് ചെയ്യുന്നു. 4 2s are 8 ആണ്. x into x എന്ന് പറയുമ്പോഴത്തേക്കും 1 1 ആണ്, 1 + 1 2 വന്നു. ഇനി ഇവിടെ എന്ത് വരും? 3 2s are 6 ആണ്, x ഉണ്ട്, ഇവിടുത്തെയും മൈനസ് കൊടുത്തു. ഇനി ഇവിടെ നോക്കുമ്പോൾ ഇവിടെ പ്ലസ് ആണ്, 5 4s are 20, x ഉണ്ട്, ഇവിടെ മൈനസ് കൊടുത്തു, 5 3s are 15. ഇനി ഈ ലാസ്റ്റ് ഈ ഒരു സ്റ്റേജ് വന്നു കഴിഞ്ഞാൽ നമ്മൾ നോക്കുന്നതിനകത്ത് ലൈക്ക് ടേംസ് ഉണ്ടോ എന്നാണ്. അപ്പോൾ ഇവിടെ x² വേറൊരു ടേം ഇല്ല, എക്സിന്റെ ടേം അല്ലേ, -6x + 20x, ഇത് രണ്ടും ലൈക്ക് ടേംസ് ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ +20, ഇവിടെ -6 ആണ്. അപ്പോൾ ഇവിടെ ചെയ്യേണ്ടത് 20ൽ നിന്ന് 6 മൈനസ് ചെയ്യുക. 20ൽ നിന്ന് 6 മൈനസ് ചെയ്താൽ 14 ആണ് വരിക, 14x എന്ന് വരും. പിന്നെ ഇവിടെയുള്ള ബാക്കി 8x² ഇവിടെ മൈനസ് ആണ് വരിക, പ്ലസ് ആണ് വരിക. 20ൽ നിന്ന് 6 മൈനസ് ചെയ്തു, 20 ആണ് വലുത്, അതിന്റെ സിമ്പിൾ ആണ് വരേണ്ടത്, പ്ലസ് കൊടുത്തു. ഇനി ഇവിടെ റിമൈനിങ് -15 ഉണ്ട്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്താണ്? 8x² + 14x - 15. സെക്കൻഡ് പാർട്ട് നോക്കാം. y - 8 and 3y - 4. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം തന്നെ എടുത്തെഴുതാം. y - 8 into 3y - 4. ഈ ബൈനോമിയൽസ് പരസ്പരം മൾട്ടിപ്ലൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഈ ഫസ്റ്റ് y കൊണ്ട് ഈ ടേമിനെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പം 3y - 4 വന്നു. ഇനി സെക്കൻഡ് ഇവിടെ എന്താണ്? -8 കൊടുത്തു, 3y - 4 കൊടുത്തു. ഇനി ഈസി അല്ലേ, അതായത് നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ ഇതിനെ അകത്തേക്ക് കയറ്റി മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇവിടെ y into 3y വന്നു, -y into 4 വന്നു. ഇനി നോക്കാം, -8 കൊണ്ട് നമുക്ക് 3yനെയും -4നെയും മൾട്ടിപ്ലൈ ചെയ്യണം. ഇവിടെ -8 into 3y കൊടുത്തു. ഇനി ഇവിടെ എന്താണ്? -8 into -4, ഇതാണ് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് മൾട്ടിപ്ലൈ ചെയ്തെത്തിയാൽ മതി. ഇവിടെ നമ്പർ പാർട്ട് 3 വന്നു, y into y² വന്നു. ഇനി ഇവിടെ എന്ത് വരും? -4 into y 4y വന്നു, ഇവിടെ മൈനസ് കൊടുത്തു. 8 3s are 24 ആണ്, 24y വന്നു. ഇവിടെ മൈനസും പ്ലസ് വന്നു, 8 4s are 32 വന്നു. ഇനി നമ്മൾ നോക്കുക, ഈ ഒരു സ്റ്റേജ് വന്നു കഴിഞ്ഞാൽ ലൈക്ക് ടേംസ് ഉണ്ടോ എന്നാണ്. y² മറ്റൊരു ടേം ഇല്ല, yയുടെ ഈ രണ്ട് ടേംസ് എന്താണ്? y ആണ് വേരിയബിൾ. അപ്പം ഈ ഒരു കേസിൽ എന്ത് ചെയ്യാൻ പറ്റും? ഇതും മൈനസ് ആണ്, ഇതും മൈനസ് ആണ്. അപ്പം നമ്മൾ ചെയ്യുക എന്താണ്? മൈനസ് കോമൺ ആയിട്ട് കൊടുത്തു. 24 + 4 എത്രയാണ്? 28. 28y എന്ന് കൊടുത്തു. അപ്പോൾ ഇവിടെയുള്ള റിമൈനിങ് 3y², ഇവിടെ +32 വന്നു. ഇതാണ് ഇതിന്റെ ആൻസർ. തേർഡ് വൺ നോക്കാം. 2.5l - 0.5m and 2.5l + 0.5m. അതായത് ഐഡന്റിറ്റീസ് യൂസ് ചെയ്ത് ഈസി ആയിട്ട് കണ്ടെത്താവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. അതായത് ഐഡന്റിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ a + b into a - b. ഈ ഒരു ഐഡന്റിറ്റി അനുസരിച്ചാണ് തന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ a² - b².
എ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയുടെ സ്ഥാനത്ത് 2.5 ആണ്, അതുകൊണ്ട് 2.5L ദ ഹോൾ സ്ക്വയർ വന്നു, മൈനസ് ബിയുടെ സ്ഥാനത്ത് 0.5M ആണ്, അതിൻ്റെ സ്ക്വയർ കാണുക. അപ്പം 25 സ്ക്വയർ എന്ന് പറയുന്നത് 625 ആണ്. അപ്പോൾ 625 എഴുതി, ഇവിടെ ഒരു പോയിന്റ് ആണ്, ഇവിടെ 2 പോയിന്റ് മാറി L സ്ക്വയർ കൊടുത്തു. ഇനി മൈനസ് കൊടുത്തു, ഇവിടെ 0.5 ആണ് വന്നിരിക്കുന്നത്. 0.5ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5ന്റെ സ്ക്വയർ 25 ആണ്. ഇവിടെ 1 ആയതുകൊണ്ട് ഇവിടെ 2 പ്ലേസ് മാറ്റി ഇവിടെ M സ്ക്വയർ കൊടുത്തു. ഇതാണ് ആൻസർ വരേണ്ടത്. അപ്പോൾ ഇത് ഞാൻ പെട്ടെന്നൊന്ന് പറഞ്ഞു പോയതേ ഉള്ളൂ. നമുക്ക് നെക്സ്റ്റ് എക്സസൈസിലാണ് ഐഡന്റിറ്റീസ് യൂസ് ചെയ്തുകൊണ്ട് കണ്ടെത്തേണ്ട ക്വസ്റ്റ്യൻസ് വരിക. അപ്പോൾ ഇവിടെ നമുക്ക് നോർമൽ രീതിയിൽ കണ്ടെത്താം. അപ്പോൾ ആൻസർ വരേണ്ടത് 6.25 L സ്ക്വയർ മൈനസ് 0.25 M സ്ക്വയർ ആണ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇവിടെ ഈ ക്വസ്റ്റ്യൻ ഒന്ന് എഴുതാം. 2.5L minus 0.5M into 2.5L plus 0.5M. ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യുക, ഇതിൻ്റെ ഫസ്റ്റ് എഴുതി, ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ 2.5L, ഇതിനെ നമ്മൾ ഇതിലേക്ക് കയറ്റി മൾട്ടിപ്ലൈ ചെയ്യണം. സോ 2.5L plus 0.5M. ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കുക, ഇതിൻ്റെ സെക്കൻഡ് ടേം ആണ്, മൈനസ് 0.5M വന്നു, അതിനെ നമ്മൾ 2.5L plus 0.5M കയറ്റി മൾട്ടിപ്ലൈ ചെയ്യണം. ഇനി നമുക്കിതിൻ്റെ അകത്തേക്ക് കയറ്റി മൾട്ടിപ്ലൈ ചെയ്യാം. ഇവിടെ എന്ത് വരും, 2.5L ഇൻറ്റു 2.5L, ഇതാണ് ഫസ്റ്റ് വന്നിരിക്കുന്നത്. ഈ പ്ലസ് ഇട്ട് കൊടുത്തു. നെക്സ്റ്റ് ഇനി വരിക 2.5L ഇൻറ്റു 0.5M, ഇത് സെക്കൻഡ് ടേം വന്നു. ഇനി ഈ മൈനസ് ഞാൻ കൊടുത്തു. ഇനി ഇവിടെ എന്ത് വരും, 0.5M ഇൻറ്റു 2.5L വന്നു. ഈ മൈനസ് ഞാൻ കൊടുത്തു, 0.5M ഇൻറ്റു 0.5M വന്നു. ഇനി നോക്കുക, 2.5L ഇൻറ്റു 2.5L എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം, 2.5Lൻ്റെ സ്ക്വയർ, 2.5L സ്ക്വയർ അല്ലേ. അതായത് ഈ 2.5നെ 2 പ്രാവശ്യം എഴുതി മൾട്ടിപ്ലൈ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സ്ക്വയർ ആണ്. സെക്കൻഡ് ടേം നോക്കുക, ഇവിടുത്തെ നമ്പർ പാർട്ട് എന്താണ്, 2.5 ഇൻറ്റു 0.5 വന്നു, അതിൻ്റെ കൂടെ ഇനി എന്ത് വരും, L ഇൻറ്റു M കൂടെ വന്നു, L ഇൻറ്റു M, LM എന്ന് ഞാൻ എഴുതി. ഇനി ഇവിടെ നോക്കാം, മൈനസ് കൊടുത്തു, ഇവിടെ എന്താണ് 2.5 ഇൻറ്റു 0.5 ഉണ്ട്, അതിൻ്റെ കൂടെ M ഇൻറ്റു L അല്ലെങ്കിൽ L ഇൻറ്റു M എന്ന് എഴുതാം. ഇനി ലാസ്റ്റ് വരുന്ന എന്താണ്, 0.5M ദ ഹോൾ സ്ക്വയർ. അതായത് 0.5M സ്ക്വയർ ഹോൾ സ്ക്വയർ എന്ന് എഴുതാൻ കാരണം എന്താണ്, ഇതിനെ 2 പ്രാവശ്യം എഴുതി മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട്. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ലൈക്ക് ടേംസ് നോക്കത്തില്ലേ, ഇവിടെ എല്ലാം ആണ്, ഇവിടെ എല്ലാം ആണ്. ഇവിടെ നോക്കിയാൽ 2.5 ഇൻറ്റു 0.5 ആണ്, ഇവിടെയും 2.5 ഇൻറ്റു 5 ആണ്. അപ്പോൾ 25 അല്ലേ, 2.5 ഇൻറ്റു 0.5 ചെയ്താൽ ഇവിടെ രണ്ടിടത്തും കറക്റ്റ് സെയിം എമൗണ്ട് ആണ് വരാൻ പോകുന്നത്, സെയിം ഈക്വൽ ആയിരിക്കും വരാൻ പോകുന്നത്. ഇത് പ്ലസ് ഇത് മൈനസും ആണ്, ഇതല്ല, ഇത് ലൈക്ക് ടേംസ് ആണ്, അതുകൊണ്ട് തന്നെ ഇത് ക്യാൻസൽ ആയി പോകും. ഇവിടെ വെച്ച് തന്നെ ക്യാൻസൽ ചെയ്യുവാണെങ്കിൽ ഇവിടുത്തെ നമ്മുടെ ഒരു മൾട്ടിപ്ലിക്കേഷൻ അവിടെ വെച്ച് ഒഴിവാകും. ഇനി റിമൈനിങ് എന്താണുള്ളത്, ഇവിടെ 2.5L ദ ഹോൾ സ്ക്വയർ മൈനസ് 0.5M ദ ഹോൾ സ്ക്വയർ. ഇത് കണ്ടെത്തിയാൽ മതി, ആൻസർ കിട്ടും. ഇനി ഇവിടെ 2.5L ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2.5നും സ്ക്വയർ കൊടുക്കണം, Lനും സ്ക്വയർ കൊടുക്കണം. അതായത് ഇതിൻ്റെ മീനിങ് 2.5 സ്ക്വയർ ഇൻറ്റു L സ്ക്വയർ എന്നാണ്. ഇനി 2.5 സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് കണ്ടെത്തുക, നമ്മൾ ഫസ്റ്റ് നോക്കി പോയിന്റ് ഇല്ലാതെ 25ൻ്റെ സ്ക്വയർ നോക്കും, 25 ഇൻറ്റു 25, അത് വരിക എത്രയാണ്, 625 ആണ്. ഇനി നമ്മൾ നോക്കും, ഇത് 25ൻ്റെ സ്ക്വയർ ആണ്, 2.5 എന്ന് പറയുമ്പോഴത്തേക്കും 2.5 ഇൻറ്റു 2.5 അല്ലേ. അപ്പം 2 പ്ലേസ് ആണ് നമ്മൾ മാറ്റിയാണ് ഇതിന് 25 ആക്കിയത്. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് 2 പ്ലേസ് മാറ്റി പോയിന്റ് ഇടണം. ഇവിടെ വരിക എന്താണ്, 6.25 വരും L സ്ക്വയർ, അതായത് Lൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ L സ്ക്വയർ എഴുതിയാൽ പോരെ, അതുപോലെ മൈനസ്. ഇനി ഇവിടെ എന്താണ്, 0.5 സ്ക്വയർ ഇൻറ്റു M സ്ക്വയർ എന്നാണ് ഇതിൻ്റെ മീനിങ്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ മൈനസ് ആദ്യം കൊടുത്തു, എന്നിട്ട് ഇവിടെ നോക്കുക 0.5 സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ എഴുതുന്ന 5ൻ്റെ സ്ക്വയർ എഴുതും. 5 ഇൻറ്റു 5 25 അല്ലേ, 5 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 25 ആണ്. ഇനി ഇവിടെ ഒരു സ്ഥാനമാണ് പോയിന്റ് ഉള്ളത്, അതുകൊണ്ട് തന്നെ ഇവിടെ 2 പ്ലേസ് മാറ്റി പോയിന്റ് വേണം. ഇത് മനസ്സിലാകാത്തവർക്കൊരു പറയുകയാണ്, 0.5 ഇൻറ്റു 0.5 ആണ് 0.5 സ്ക്വയർ, 5 5s 25 വരും. ഇവിടെ 1 2 2 പ്ലേസ് മാറ്റിയാണ് നമ്മൾ 5 ഇൻറ്റു 5 25 എന്ന് എഴുതിയത്. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് 2 പ്ലേസ് മാറ്റി ഇങ്ങോട്ട് കൊടുക്കണം. ഇനി ഇവിടെ M സ്ക്വയർ വരും. അപ്പം നമ്മൾ നേരത്തെ ഐഡന്റിറ്റി യൂസ് ചെയ്ത് പറഞ്ഞ അതേ ആൻസർ തന്നെയാണ്, 6.25 L സ്ക്വയർ മൈനസ് 0.25 M സ്ക്വയർ. ഫോർത്ത് പാർട്ട് നോക്കാം, A plus 3B x plus 5. അപ്പോൾ ഈ 2 ബൈനോമിയൽസ് തമ്മിൽ
അതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ നടത്തണം. അപ്പോൾ ഇവിടെ എന്താണ് ഫസ്റ്റ് ഞാൻ എഴുതുന്നത് a + 3b ഇൻറ്റു എക്സ് പ്ലസ് 5. അപ്പോൾ ഫസ്റ്റ് ഇവിടെ വരിക ഈ എ എടുത്തു, ഫസ്റ്റ് ഈ ബൈനോമിയലിലെ എ എടുത്തു, ഇത് നമ്മൾ കൊടുത്തു എക്സ് പ്ലസ് 5. ഇനി +3b ആണുള്ളത്, +3b ഇൻറ്റു എക്സ് പ്ലസ് 5. ഇനി അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുന്നത് ഈ എ എക്സിലേക്കും 5ലേക്കും കയറ്റി മൾട്ടിപ്ലൈ ചെയ്യണം. a ഇൻറ്റു എക്സ് വന്നു, പ്ലസ് കൊടുത്തു, a ഇൻറ്റു 5 വന്നു. ഇനി സെക്കൻഡ് കേസിൽ ഇവിടെ 3b കൊണ്ട് ഈ രണ്ട് ടേമിലും മൾട്ടിപ്ലൈ ചെയ്യണം. ഇവിടെ പ്ലസ് കൊടുത്തു, 3b ഇൻറ്റു എക്സ് കൊടുത്തു, പ്ലസ് 3b ഇൻറ്റു 5 കൊടുത്തു. അപ്പം a ഇൻറ്റു എക്സ് എ എക്സ് എന്ന് എഴുതി. ഇവിടെ 5 ഇൻറ്റു എ 5a എന്ന് കൊടുത്തു. ഇവിടെ 3b ഇൻറ്റു എക്സ് 3bx എന്ന് കൊടുത്തു. ഇനി ലാസ്റ്റ് ഇവിടെ പ്ലസ് 5 3s are 15 ആണ്, b കൊടുത്തു. ഇനി നമ്മൾ നോക്കുക എന്താണ് ലൈക്ക് ടേംസ് ഉണ്ടോ എന്ന് നോക്കുന്നത്. എ എക്സ് എന്ന് പറഞ്ഞാൽ വേരിയബിൾ വരുന്ന മറ്റൊരു ടേം ഇല്ല. എ എന്ന് പറഞ്ഞ് മാത്രം വരുന്നതില്ല, ബി എക്സ് എന്ന് പറഞ്ഞ് വരുന്നതില്ല, ബി ഇല്ല. അപ്പം ലൈക്ക് ടേംസ് ഇല്ല. അതായത് ഇവിടെ ഇത് എ എക്സും ഈ വന്നിരിക്കുന്ന 3ax ആയിരുന്നെങ്കിൽ ഇത് രണ്ട് ലൈക്ക് ടേംസ് ആണ് നമ്മൾ ആഡ് ചെയ്തിരിക്കണം. ഇവിടെ അങ്ങനെ ഒരു കേസ് ഇല്ല. ഇപ്പോൾ ഇവിടുത്തെ ആൻസർ ax + 5a + 3bx + 15b. ഫിഫ്ത്ത് പാർട്ട് നോക്കാം. 2pq + 3q² ആൻഡ് 3pq - 2q². അപ്പോൾ നമ്മളിവിടെ ഫസ്റ്റ് ചെയ്യുന്നത് നമ്മൾ ഇതൊന്നുകൂടി എടുത്ത് എഴുതുവാണ്. 2pq + 3q² ഇൻറ്റു 3pq - 2q². അപ്പോൾ ഇവിടെ ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ആദ്യം ഇവിടുത്തെ 2pq എടുത്തു, ഇതിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത് 3pq - 2q²ലേക്കാണ്. നെക്സ്റ്റ് ഇനി എന്താണ് +3q². ഇവിടെ +3q² എടുത്തു, 3pq - 2q². ഇനി നമ്മൾ അകത്തേക്ക് കയറ്റി മൾട്ടിപ്ലൈ ചെയ്യുവാണ്, ഇവിടേക്കും ഇതിലേക്കും. ഇവിടെ എന്ത് വരും 2pq ഇൻറ്റു 3pq. ഇനി മൈനസ് കൊടുത്തു 2pq ഇൻറ്റു 2q². ഈ പാർട്ട് കഴിഞ്ഞു. നെക്സ്റ്റ് ഇവിടെ എന്ത് വരും 3q² ഇൻറ്റു 3pq. ഇവിടെ ഇനി പ്ലസ് കൊടുത്തു 3q² - 2q². സോറി 3q² ഇൻറ്റു -2q². ഇവിടെ ശ്രദ്ധിക്കാൻ, ഇവിടെ തെറ്റ് വരരുത്. ഈ പ്ലസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, 3q² കൊടുത്തു. ഇവിടെ നമ്മൾ ഇതിലേക്ക് കയറ്റി മൾട്ടിപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ ഈ മൈനസ് കൊടുക്കാൻ മറക്കരുത്. ഇവിടെ -2q² വന്നു. ഇനി നമുക്ക് നോക്കാം. ഇനി ഈ ഒരു ടൈമിൽ നോക്കിയേ 3 2s are 6 വന്നു. ഇവിടെ p എത്ര പ്രാവശ്യം ഉണ്ട് 2 ടൈംസ്, q എത്ര പ്രാവശ്യം ഉണ്ട് 2 ടൈംസ്, 6p² q² വന്നു. ഇനി നോക്കാം ഈ ഒരു ടേം നോക്കാം. മൈനസ് കൊടുത്തു 2 2s are 4 ആണ്. ഇവിടെ p ഒന്നേ ഉള്ളൂ, q എത്ര ഉണ്ട് ഇവിടെ 2, ഇവിടെ 1, ടോട്ടൽ 3, q കൊടുത്തു. ഇനി ഇവിടെ പ്ലസ് വന്നു 3 3s are 9 ആണ്. ഇവിടെ 2, ഇവിടെ 1, ടോട്ടൽ q എത്ര ഉണ്ട് ക്യൂബ് ആണ്. p ഒന്നേ ഉള്ളൂ, p കൊടുത്തു. ഇനി ഇവിടെ നോക്കുക, ഇവിടെ ഈ പ്ലസ് ഉണ്ട്, ഇവിടെ 3ഉം -2 ആണ്. 3 2s are എത്രയാണ് 6 ആണ്. ഇനി മൈനസും പ്ലസോട് വരുമ്പോഴത്തേക്ക് എന്താണ് മൈനസ് വരും. മൈനസും പ്ലസോട് വരുമ്പോഴത്തേക്ക് ഇവിടുത്തെ സിമ്പിള് മൈനസ് ആയി. ഇനി q² ഇൻറ്റു q² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 2, ഇവിടെ 2, 2 + 2 4 ആണ്, q⁴ ആണ്. ഇവിടെ മൈനസ് അങ്ങനെ വന്നതെന്ന് മനസ്സിലായോ? അതായത് ഇവിടെ ഒരു -3 2s are 6 കൊടുത്തു, ഇവിടെ പ്ലസ് ഇവിടെ മൈനസ് ആണ്, പ്ലസും മൈനസും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് വന്നു. ഇനി നമ്മൾ നോക്കുന്ന ലൈക്ക് ടേംസ് ആണ്. ഇവിടെ നോക്കാം p² q². അങ്ങനെ ഒരു വേരിയബിൾ ആ സിമിലർ ആയിട്ടുള്ള ടേം ഇല്ല, ലൈക്ക് ടേംസ് ഇല്ല. ഇവിടെ നോക്കാം pq³. ഇവിടുത്തെ ഈ ഒരു ടേമിനെ നമുക്ക് pq³ എന്ന് തിരിച്ചെടുത്താലോ, 9pq³. ഇത് രണ്ടും സെയിം അല്ലേ, എങ്ങനെ എഴുതിയാലും കറക്റ്റ് ആണ്. അപ്പോൾ ഇവിടെയും pq³ ആണ്, ഇവിടെയും pq³ ആണ്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം, ഇത് തമ്മിൽ ആഡ് ചെയ്യണം. ഇത് +9, ഇത് -4. അപ്പോൾ എന്ത് ചെയ്താൽ മതി, 9ൽ നിന്ന് 4 മൈനസ് ചെയ്യുക. 9 4 മൈനസ് ചെയ്താൽ 5 വരും, 5pq³. അപ്പോൾ 9ൽ നിന്ന് 4 മൈനസ് ചെയ്യുമ്പോഴത്തേക്ക് 9ന്റെ സിമ്പിളാണ് വരുന്നത്, 9 ആണ് വലുത്, അതിൻ്റെ പ്ലസ് വന്നു. ഇനി റിമൈനിങ് ആയിട്ടുള്ള ഇവിടെ എന്താണ് 6p² q² ഉണ്ട്, ഇവിടെ -6q⁴ ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ ആൻസർ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ലാസ്റ്റ് പാർട്ടിലേക്ക് വരുവാണ്. 3/4a² + 3b², 4 × a² - 2/3b². ഇതാണ് തന്നിരിക്കുന്ന ബൈനോമിയൽസ്. ഇവ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം.
അപ്പോൾ ഫസ്റ്റ് ഞാനിവിടെ ചെയ്യുന്നത്, ഇവിടെ നോക്കിയാൽ 4 × a² - 2/3 b². ഇതിൻ്റെ മീനിങ് എന്താണ്? ഈ ബ്രാക്കറ്റിന് പുറത്ത് കിടക്കുന്ന 4 കൊണ്ട് ഈ രണ്ട് ടേംസിനെയും മൾട്ടിപ്ലൈ ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് അത് തന്നെ ചെയ്യാം. ഇവിടെ എന്ത് വരും? 4 × a², 4a² വന്നു, മൈനസ് ഇവിടെ 4 × ഇവിടെ വരുന്നത് ഇങ്ങനെയാണ്, 4 × 2/3 b² എന്നാണ് വരുന്നത്. ഇതെങ്ങനെ വരും? 4 2s 4 എന്ന് പറഞ്ഞാൽ 4/1 ആണ്, 4 2s 8 ആണ്, 8 വന്നു, 3 × 1 3 വന്നു, b² കൊടുത്തു. ഇതാണ് നമ്മുടെ സെക്കൻഡ് ടേം. ഇനി നമുക്ക് ഇതിൻ്റെ ഫോമാറ്റിൽ ഒന്ന് എഴുതാം. 3/4 a² + 3b². ഇതാണ് ഫസ്റ്റ് ടേം. ഇതിനെ എന്തിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്? 4a² - 8/3 b². അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്തത് ഇവിടുത്തെ ഈ പുറത്ത് കിടന്ന 4നെ ഈ രണ്ട് ടേംസിലേക്ക് മൾട്ടിപ്ലൈ ചെയ്തു. ഇനി നമുക്ക് സാധാരണ ചെയ്യുന്ന രീതിയിൽ ചെയ്യാം. ഫസ്റ്റ് ഇവിടെ നമ്മൾ എന്താണ് എടുക്കുക? 3/4 a² വന്നു. ഇതിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത് 4a² - 8/3 b²ലേക്കാണ്. അത് കൊടുത്തു, ബ്രാക്കറ്റ് അടച്ചു. ഇനി നമ്മൾ +3b² കൊടുത്തു, +3b². ഇനി ഇതിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത് 4a² - 8/3 b²ലേക്കാണ്. ഇനി നമ്മൾ ഇതിനെ അകത്തേക്ക് കയറ്റി മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇത് ഇത്തിരി വലിയതാണ്, വലിയ ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ നമുക്ക് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുവാണെങ്കിൽ ആൻസർ കറക്റ്റ് കിട്ടും. ഇപ്പോൾ ഇവിടെ എന്താണ്? 3/4 a² × ഫസ്റ്റ് ടേം എന്താണ്? 4a². നമ്മൾ ബ്രാക്കറ്റ് കൊടുത്തു. ഇനി മൈനസ് കൊടുത്തു, 3/4 a² × 8/3 b². ഇതാണ് സെക്കൻഡ് ടേം വരിക. ഇനി തേർഡ് ടേം എന്താണ് വരുന്നത്? ഇവിടുത്തെ പ്ലസ് കൊടുത്തു, 3b² × 4a² വന്നു, ഇത് വന്നു. ഇനി അടുത്തത് ഞാൻ വീണ്ടും പ്ലസ് കൊടുത്തു, ഈ പ്ലസ് കൊടുത്തു, 3b² × -8/3 b². ഇവിടെയും ശ്രദ്ധിക്കുക, ഈ പ്ലസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, 3b² × -8/3 b². ഈ മൈനസ് കൊടുക്കാൻ മറക്കരുത്. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ഭാഗം ചെയ്യണം. ഇവിടെ നോക്കിയേ, ഇവിടെ ഒരു 4 ഉണ്ട്, ഇവിടെ ഒരു 4 ഉണ്ട്. അതായത് ഈ 4 എന്ന് പറഞ്ഞാൽ 4/1 എന്നാണ് മീനിങ്. ഇതിൻ്റെ ഇടയിലെല്ലാം തന്നെ മൾട്ടിപ്ലിക്കേഷൻ ആയതുകൊണ്ട് നമുക്കിങ്ങനെ ക്യാൻസൽ ചെയ്യാം. ഇനി ഇവിടെ റിമൈനിങ് എന്താണുള്ളത്? 3 ആണുള്ളത്. ഇവിടെ a, ഇവിടെയും 2, ഇവിടെയും 2, 2 + 2 4. അപ്പം ടോട്ടൽ 4as ആണുള്ളത് കൊണ്ട് 3a⁴ എന്ന് വന്നു. ഈ പാർട്ട് കഴിഞ്ഞു. ഇനി ഇവിടെ ഞാൻ മൈനസ് കൊടുത്തു. ഇവിടെ നോക്കുക, 3യും 3യും ക്യാൻസൽ ആയില്ലേ? ഇവിടെ 4 2s 8 ആണ്, 2 വന്നു. അപ്പോൾ ഇവിടെ 2 വന്നു നമ്പർ പാർട്ട്, ഇവിടുത്തെ a² ഇവിടുത്തെ b² എഴുതി. ഇനി ഈ പാർട്ടിലേക്ക് നോക്കുമ്പോൾ അവിടെ 4 3s പ്ലസ് കൊടുത്തു, 4 3s 12 വന്നു, a² b² വന്നു. ഇനി ഇവിടെ നോക്ക്, ഇവിടെ ഒരു മൈനസ്, ഇവിടെ പ്ലസ് ആണ്, അതുകൊണ്ട് തന്നെ ഞാൻ മൈനസ് കൊടുത്തു. പ്ലസും മൈനസും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് ആണ്. ഇനി ഈ 3 എന്ന് പറഞ്ഞാൽ 3/1 ആണ്, 3യും 3യുടെ ക്യാൻസലായി. ഇനി ഇവിടെ ഉള്ളത് എന്താണ്? 8. ഇനി ഇവിടെ b² × b² എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ വരിക b⁴ വരും. അതായത് ഇവിടെ 2b, ഇവിടെ 2b, 2 + 2 4 ആണ് ടോട്ടൽ. അപ്പം 4 ആയതുകൊണ്ട് b⁴ കൊടുത്തു. ഇനി നമ്മൾ ഇവിടെ വെച്ച് നോക്കുക, സിമിലർ ടേംസ്, ലൈക്ക് ടേംസ് ഉണ്ടോ എന്നാണ് നോക്കുന്നത്. a² b², ഇവിടെ a² b². അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം? 12 - 2. 12ൽ നിന്ന് 2 മൈനസ് ചെയ്താൽ 10 ആണ്. 10 a² b² എന്ന് വന്നു. ഇനി ഇവിടെ റിമൈനിങ് ഉള്ളത് 3a⁴. ഇവിടുത്തെ സിമ്പിൾ എന്താണ്? 12 ആണോ 2 ആണോ വലുത്? 12 ആണ് വലുത്, അതിൻ്റെ സിമ്പിൾ കൊടുത്ത് പ്ലസ് വന്നു. ഇനി ഇവിടെ എന്ത് വരും? ab⁴. ഇതാണ് ആൻസർ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ബോഡി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകും, പക്ഷേ എല്ലാവരും തന്നെ ഒന്ന് പേപ്പറിൽ ചെയ്യുക. അപ്പം തന്നെ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഡൗട്ട്സ് വരും. ഡൗട്ട്സ് എല്ലാം ക്ലിയർ ചെയ്ത് പോവുക. ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റ് ആയിട്ട് ചോദിക്കാവുന്നതാണ്. അതോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.